Good morning, dear students. The next topic we discussed about population control and family welfare and use of contraceptives. The human population has grown exponentially over the last 300 years. This is not due to an increase in birth rate because it has remained unchanged at about 30 per thousand per year over this period. However, the death rate has fallen drastically from 20 per thousand per year to its present level of 30 per thousand per year. നമുക്കറിയാം ഹ്യൂമൻ പോപ്പുലേഷൻ ഇപ്പോൾ വളരെ അധികം 300 വർഷങ്ങൾക്കിടയിൽ അവസാന 300 വർഷ കാലയളവിൽ ഹ്യൂമൻ പോപ്പുലേഷൻ വളരെയധികം ഡ്രാസ്റ്റിക്കായിട്ട് എക്സ്പോണൻഷ്യലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബർത്ത് റേറ്റ് കൂടാനും ഡെത്ത് റേറ്റ് കുറയുന്നതുമാണ്. അക്കോർഡിംഗ് ടു UN എസ്റ്റിമേറ്റ് ദ വേൾഡ് പോപ്പുലേഷൻ ഈസ് നൗ ഓവർ 7 ബില്യൺ. അപ്പോൾ UN-ൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രകാരം ലോക ജനസംഖ്യ എന്ന് പറയുന്നത് 7 ബില്യൺ ആയിട്ടുണ്ട്. കൂടാതെ അറ്റ് ദ പ്രസൻറ്റ് റേറ്റ് ഹ്യൂമാനിറ്റി ഈസ് ആഡിങ് അബൌട്ട് 82 മില്യൺ പീപ്പിൾ എ ഇയർ ടു എർത്ത് പോപ്പുലേഷൻ. കൂടാതെ ഓരോ വർഷവും മനുഷ്യവംശം എന്ന് പറയുന്നത് 82 മില്യൺ പീപ്പിളാണ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് അർത്ഥമാക്കുന്നത് ഏകദേശം 2.5 per സെക്കൻഡിൽ ഇതിലൊരു അഡിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. The population growth advances at this rate, the human population would double in about 53 years. അപ്പോൾ ഒരു ഇനി 53 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉള്ള പോപ്പുലേഷൻ്റെ ഇരട്ടി പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും. സോ ഇങ്ങനെ പോപ്പുലേഷൻ ക്രമാതീതമായിട്ട് കൂടുമ്പോൾ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒന്നാണ് കൺട്രോളിങ് ദ പോപ്പുലേഷൻ ഗ്രോത്ത്. ഹ്യൂമൻ പോപ്പുലേഷൻ കൺട്രോൾ ഈസ് ദ പ്രാക്ടീസ് ഓഫ് ആർട്ടിഫിഷ്യലി ഓൾട്ടറിങ് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. അപ്പോൾ പോപ്പുലേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലി തന്നെ നമുക്ക് ഓൾട്ടർ ചെയ്ത് ഗ്രോത്ത് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമ്മളിവിടെ ഫാമിലി വെൽഫെയറിനെ പറ്റി പറയണം. എന്താണ് ഫാമിലി? എ ഫാമിലി ഇറ്റ് റെഫേഴ്സ് 2 or more ഇൻഡിവിജ്വൽസ് who depend on one another for emotional, physical and financial support. അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നോ രണ്ടോ അതിലധികമോ ഇൻഡിവിജ്വൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണലി, ഫിസിക്കലി, ഫിനാൻഷ്യലി സപ്പോർട്ടീവായിട്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാടാണ് ഫാമിലി. And the family planning to regulate the number and spacing of children in a family through the practice of contraception or other methods of birth control. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് പറയേണ്ട ഒരു പോയിന്റ് ഉണ്ട്, ഫാമിലി വെൽഫെയർ. എന്താണ് ഫാമിലി വെൽഫെയർ? അക്കോർഡിംഗ് ടു WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഫാമിലി പ്ലാനിങ് റിഫേഴ്സ് ടു പ്രാക്ടീസസ് ദാറ്റ് ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ആൻഡ് കപ്പിൾസ് ടു അറ്റൈൻ സർട്ടൺ ഒബ്ജക്റ്റീവ്സ്. ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ കപ്പിൾസിനെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവരെ ഒരു ചില കാര്യങ്ങളെക്കുറിച്ച് അവരെ ഒന്ന് ബോധവൽക്കരിക്കുക. ടു അവോയ്ഡ് അൺവാണ്ടഡ് ബർത്ത്. അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ്? അൺവാണ്ടഡ് ആയിട്ടുള്ള ബർത്തുകളെ അവോയ്ഡ് ചെയ്യുക. ടു ബ്രിങ് അബൌട്ട് വാണ്ടഡ് ബർത്ത്. അപ്പം നമുക്ക് വാണ്ടഡ് ആയിട്ടുള്ള ബർത്ത് മാത്രം സാധ്യമാക്കുക. ടു റെഗുലേറ്റ് ദ ഇൻ്റർവെൽസ് ബിറ്റ്വീൻ പ്രഗ്നൻസി. ഓരോ പ്രഗ്നൻസിക്ക് ഇടവേളയിലുള്ള കാലാവധി ഇൻക്രീസ് ചെയ്യിക്കുക. ആൻഡ് ടു കൺട്രോൾ ദ ടൈം അറ്റ് വിച്ച് ബർത്ത് ഒക്കർ ഇൻ റിലേഷൻ ടു ദ ഏജസ് ഓഫ് ദ പാരൻറ്റ്. അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ പാരൻറ്റിൻ്റെ ഏജ് നോക്കിയിട്ടായിരിക്കണം ബർത്ത് സംഭവിക്കേണ്ടത്. ആൻഡ് ടു ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ ഫാമിലി. തീർച്ചയായിട്ടും ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. എത്ര കുട്ടികൾ വേണം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ ഫാമിലി, ഫാമിലിയിൽ എത്ര കുട്ടികൾ വേണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് ഫാമിലി വെൽഫെയർ കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതേപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ് ആയിട്ട് പറയപ്പെട്ടിരിക്കുന്നു. ദ ടേം ഫാമിലി വെൽഫെയർ ഈസ് യൂസ്ഡ് ഇൻ എ മച്ച് ബ്രോഡർ സെൻസ് ദാൻ ഫാമിലി പ്ലാനിങ്. അപ്പോൾ ഫാമിലി പ്ലാനിങ്ങിൽ നമുക്ക് അതിനേക്കാളും കുറച്ച് ഉചിതമായിട്ട് ഇവിടെ പറയാൻ പറ്റുന്ന വാചകം ഫാമിലി വെൽഫെയർ എന്നതാണ്. കാരണം ഇറ്റ് എയിംസ് അറ്റ് ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ത്രൂ ദ ടോട്ടൽ വെൽഫെയർ ഓഫ് ദ ഫാമിലി.
അപ്പോൾ എന്താണ് ഫാമിലിയിലുള്ള കംപ്ലീറ്റ് വെൽഫെയർ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ക്വാളിറ്റി ഓഫ് ലൈഫിനെ. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുന്നതനുസരിച്ച് ടോട്ടൽ ഫാമിലിയുടെ വെൽഫെയർ ഇവിടെ കൂടുകയാണ്. ഇറ്റ് ഇൻക്ലൂഡ് ദ ഫാക്ടേഴ്സ് സച്ച് ആസ് ന്യൂട്രീഷൻ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, എംപ്ലോയ്മെൻറ്റ്, വുമൺസ് വെൽഫെയർ ആൻഡ് റൈറ്റ്സ്, സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ഷെൽട്ടർ എക്സെട്ര. അപ്പോൾ അതിനകത്ത് ബേസിക് നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു അവകാശവും മനുഷ്യനുണ്ട്. അതിനകത്ത് പറയുന്നത് അവൻ്റെ പോഷണം, വിദ്യാഭ്യാസം, ആരോഗ്യം, ജോലി, സ്ത്രീകളുടെ വെൽഫെയർ, സുരക്ഷിതത്വം, അവരുടെ അവകാശങ്ങൾ, സേഫ് ഡ്രിങ്കിങ് വാട്ടർ, നല്ല കുടിവെള്ളം, അതേപോലെ താമസം, ഇതൊക്കെ മുതലായവയൊക്കെ അതിൽ പെടുന്നതാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം ശരിയായ അളവിൽ കിട്ടുമ്പോഴാണ് ആ ഫാമിലി വെൽഫെയർ എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ദ നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് 1951 അതിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റെഡ്യൂസിങ് ദ ബർത്ത് റേറ്റ് ടു ദ എക്സ്റ്റെൻറ്റ് നെസസറി ടു സ്റ്റെബിലൈസ് ദ പോപ്പുലേഷൻ അറ്റ് എ ലെവൽ കൺസിസ്റ്റൻറ്റ് വിത്ത് ദ റിക്വയർമെൻറ്റ് ഓഫ് ദ നാഷണൽ എക്കണോമി. അവർ പറയുന്നത് തീർച്ചയായും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക ഘടനയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ, അല്ലെങ്കിൽ അത് നിലനിന്ന് പോകുന്ന അത്യാവശ്യമായെന്നുള്ള ആ ഒരു രീതിയിൽ ബർത്ത് റേറ്റ്, അനാവശ്യമായ ബർത്ത് റേറ്റ് ഒഴിവാക്കുക. ദ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം ഇൻ ഇന്ത്യ ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ പ്രയോറിറ്റി ഏരിയ ആൻഡ് ഈസ് ബീങ് ഇംപ്ലിമെൻറ്റഡ് ആസ് എ 100% സെൻട്രലി സ്പോൺസർഡ് പ്രോഗ്രാം. 100% കേന്ദ്രീയ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞ ഒരു പദ്ധതിയാണ്, ഒരു സ്പോൺസേർഡ് പ്രോഗ്രാമാണ് നമ്മുടെ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം. ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം നടപ്പിലാക്കിയ ആദ്യത്തെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് ലോകത്തിലെ ഇന്ത്യ. Though the program initially was taken up in a modest way, it gathered momentum after the 1961 census. അപ്പോൾ വളരെ പതുക്കെയാണ് ഫാമിലി പ്ലാനിംഗ് പൊയ്ക്കൊണ്ടിരുന്നത് പ്രോഗ്രാം. പക്ഷേ അത് നടപ്പിലായി എന്ന് പറഞ്ഞ് നമ്മൾ നിമിഷം 1961 സെൻസസ് എടുത്തപ്പോഴായിരുന്നു. The Ministry of Health and Family Welfare in the charge of formulating health policy and implementation of family welfare program in India. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്തും ഫാമിലി വെൽഫെയറുമാണ് ഇതിൻ്റെ ഹെൽത്ത് പോളിസിയുടെ ഇംപ്ലിമെൻറ്റേഷൻ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുകയും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇന്ത്യയിൽ ആ പദ്ധതിക്ക് തുടക്കം കുറിച്ച് നടപ്പിലാക്കുന്നത്. അപ്പോൾ the overall health and well-being of families depend to large extent on the family size. നമുക്കറിയാം ഫാമിലിയുടെ സുരക്ഷിതത്വം, വെൽബീയിങ് സാധാരണ ആശ്രയിച്ചിരിക്കുന്നത് ഫാമിലി സൈസിനെയാണ്. One of the objectives of the family welfare program in India is to promote two-child norm. അപ്പോൾ നമ്മുടെ ഫാമിലി വെൽഫെയർ പ്രോഗ്രാമിൽ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് ടു ചൈൽഡ് നോം. നാം 2 നമുക്ക് 2. പണ്ടുള്ളവർക്കെല്ലാം നാം 2 നമുക്ക് 8 10 ആയിരുന്നു. പക്ഷേ ഈ 1951 ഫാമിലി വെൽഫെയർ പ്രോഗ്രാം വന്നതോടുകൂടി നാം 2 നമുക്ക് 2 എ ടു ചൈൽഡ് നോം നിലവിൽ വന്നു. ദ പോപ്പുലർ സ്ലോഗൻ ഈസ് സൺസ് ഓർ ഡാട്ടേഴ്സ് ടു വിൽ ഡു. മോനായാലും മകനായാലും മകളായാലും 2. The long-term objective of the family planning program in India is to achieve population stabilization by 2045. അപ്പോൾ ഈ ഒരു ഫാമിലി പ്ലാനിംഗ് വെൽഫെയർ കൊണ്ട് 2045 ആകുമ്പോഴത്തേക്ക് നമ്മുടെ പോപ്പുലേഷനെ സ്റ്റെബിലൈസ് ചെയ്യാൻ കഴിയും. സാമ്പത്തിക ഘടനയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പോപ്പുലേഷനെ സ്റ്റെബിലൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ള നിഗമനത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. സോ ഫാമിലി പ്ലാനിംഗ് മെത്തേഡ്സിലോട്ട് നമുക്കിനി പോകാം. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട മെത്തേഡ്സ്. അപ്പോൾ ഫാമിലി പ്ലാനിംഗ് എന്ന് പറയുമ്പം എ വേ ഓഫ് തിങ്കിങ് ആൻഡ് ലിവിങ് ദാറ്റ് ഈസ് അഡോപ്റ്റഡ് വോളണ്ടറിലി അപ്പോൺ ദ ബേസിസ് ഓഫ് നോളജ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് റെസ്പോൺസിബിൾ ഡെസിഷൻസ് ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് കപ്പിൾ in order to promote the health and welfare of the family group and thus contribute effectively to the social development of a country. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹികമായ വികസനത്തിന്
അത്യാവശ്യമാണ് എന്ത് ഫാമിലി പ്ലാനിങ് മെത്തേഡുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതൊരു അതിന് എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, ഓരോരുത്തരും സ്വമേധയാ അതിനെക്കുറിച്ചുള്ള അറിവും അഭിപ്രായവും അവരുടെ കടമകളും ഇൻഡിവിജ്വൽസ് ആയാലും കപ്പിൾസ് ആയാലും ഏറ്റെടുത്താൽ ഇത് എന്തിന് പ്രൊമോട്ട് ചെയ്യും? ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് ദ ഫാമിലി ഗ്രൂപ്പ്. എല്ലാ ഫാമിലി ഗ്രൂപ്പിൻ്റെ ഹെൽത്തും വെൽഫെയറും ഉറപ്പാക്കുകയും അതുവഴി നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹിക വികസനം സാധ്യമാവുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ. അപ്പോൾ നമുക്കിനി എന്താണ് കോൺട്രാസെപ്റ്റീവ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ധാരാളം കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകളുണ്ട്. The most important step to control human population growth is to motivate families so that they adopt contraceptive methods. Contraception means prevention of. അപ്പോൾ എന്താണ് കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ? പ്രിവെൻഷൻ ഓഫ് ദ യൂണിയൻ ഓഫ് സ്പേം ആൻഡ് ഓവം. സ്പേമും ഓവവും തമ്മിൽ യുണൈറ്റ് ചെയ്യുന്നതിനെ തടയുക. ആൻഡ് സപ്രസിങ് ഓവുലേഷനെ സപ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം എന്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത്, ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് സ്പേമും ഓവും തമ്മിൽ മീറ്റ് ചെയ്താലാണ് അത് ഫെർട്ടിലൈസേഷനായി എഗ്ഗായിട്ട് മാറി കുഞ്ഞാകുന്നത്. അപ്പോൾ അത് തടയുക. അതുപോലെ തന്നെ അതിന് മുന്നേ ഓവുലേഷൻ, ഇപ്പോൾ ഓവുലേഷൻ ഒരു സ്ത്രീയിൽ നടന്നെങ്കിൽ മാത്രമേ അവിടെ ഫെർട്ടിലൈസേഷന് സാധ്യതയുള്ളൂ. അപ്പോൾ ആ ഓവുലേഷനെ തടയുക. അങ്ങനെ പ്രഗ്നൻസിയെ തടയാൻ പറ്റും. അപ്പോൾ ഇത് കൂടാതെ ഇൻ്റർഫിയറിങ് വിത്ത് ദ ഇംപ്ലാന്റേഷൻ ഓഫ് ദ ഫെർട്ടിലൈസ്ഡ് ഓവം ഇൻ ദ യൂട്രസ്. ഇനി അഥവാ അങ്ങനെ സംഭവിക്കാതെ കുഞ്ഞ് ജനിച്ചു പോയി, അറിവില്ലാതെ കുഞ്ഞ് ജനിച്ച്, അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അഥവാ ഇങ്ങനൊരു സ്പേമും എഗ്ഗും യുണൈറ്റ് ആയെങ്കിൽ അത് യൂട്രസിൽ വന്ന് ഫെർട്ടിലൈസ്ഡ് ഓവം വന്ന് യൂട്രസിൽ പറ്റിപ്പിടിച്ച് ഇംപ്ലാന്റ് ചെയ്യുക എന്ന് വെച്ചാൽ അത് വന്ന് പറ്റിപ്പിടിച്ച് വളരുക. അങ്ങനെ ഇംപ്ലാന്റേഷൻ നടക്കാതെ അതിനെ തടയുക. അപ്പം ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കോൺട്രാസെപ്ഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Thus, contraceptive methods are preventive methods. അപ്പോൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാം പ്രിവെൻറ്റീവ്, തടസ്സപ്പെടുത്തുന്ന മെത്തേഡുകളാണ്. ടു ഹെൽപ്പ് വുമൺ അവോയ്ഡ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. ഇപ്പോൾ ഒരു സ്ത്രീയെ പെട്ടെന്ന് അവർക്ക് ഒരു ഗർഭധാരണത്തിന് അവർ തയ്യാറെടുപ്പുകൾ നടത്താതെ ഗർഭം ധരിക്കുന്നതിൽ നിന്ന് അവരെ സഹായിക്കുന്ന ഒരു വഴികളാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. They include all temporary and permanent measures to prevent pregnancy. അപ്പോൾ അതിനകത്ത് എന്തെല്ലാം വരുന്നുണ്ട്? താൽക്കാലികമായതും സ്ഥിരമായതും, ടെമ്പററിയും പെർമനൻറ്റും ആയിട്ടുള്ള വഴികളുണ്ട്. എന്തിനാണ്? ടു പ്രിവെൻറ്റ് പ്രഗ്നൻസിയെ തടയാനുള്ള. The success of any contraceptive method depends not only on its effectiveness in preventing pregnancy but on the rate of continuation of its proper use. അപ്പോൾ ഇതിലുണ്ട് പ്രധാനമായിട്ടും അതിൻ്റെ ഇഫക്റ്റ് എപ്പോഴാണ് കിട്ടുന്നത്? പ്രഗ്നൻസിയെ തടയുക എന്നുള്ളതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസും കൂടെ അവർ പ്രോപ്പറായിട്ട് കണ്ടിന്യൂഷനായിട്ടുള്ള യൂസും മനസ്സിലാക്കുകയാണ്. എങ്കിൽ മാത്രമേ അതൊരു ഇഫക്റ്റീവ് റിസൾട്ട് തരികയുള്ളൂ. The ideal contraceptive is defined as one which is free from side effects, safe, reversible, easy available and cheap. Various contraceptive methods may be broadly divided into spacing and terminal. അപ്പോൾ നമുക്കറിയാം ഒരു നല്ലൊരു കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് സൈഡ് ഇഫക്റ്റ് ഉണ്ടാവരുത്, സുരക്ഷിതമായിരിക്കണം, നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. അതായത് അത് ഇല്ലാത്ത അവസ്ഥയിലും മനുഷ്യൻ നേരെ ഇരിക്കുന്ന അവസ്ഥയിലായിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം, വില കുറവുമായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെയാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഒരു ഐഡിയൽ ആയിട്ടുള്ളതായിരിക്കേണ്ടത്. അതോടൊപ്പം പലതരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകളുണ്ട്. അവയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, നോൺ ടെർമിനലും ടെർമിനലും. നോൺ ടെർമിനൽ എന്ന് വെച്ചാൽ നോൺ ടെർമിനലും ഉണ്ട്, ടെർമിനൽ. നോൺ ടെർമിനൽ എന്ന് വെച്ചാൽ താൽക്കാലികമായിട്ടുള്ളത്, ടെർമിനൽ പെർമനൻ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ. One's choice of contraceptive methods involve factors such as efficacy, safety, non-contraceptive benefits, cost and personal consideration. അപ്പോൾ ഇതിലേത് വേണമെന്ന് അവരവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് തിരഞ്ഞെടുക്കാം.
The methods of birth control now in practice may broadly be classified into the natural methods and artificial method. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, നാച്ചുറൽ മെത്തേഡ് എന്നും ആർട്ടിഫിഷ്യൽ മെത്തേഡ് എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇഫക്റ്റീവ്നെസ്സിനെ സൂചിപ്പിക്കുന്ന ഏതാണ് കൂടുതൽ ഇഫക്റ്റീവ്, അപ്പം ലെസ് ഇഫക്റ്റീവും മോർ ഇഫക്റ്റീവും ആയിട്ടുള്ള കുറച്ച് ഇതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് പറയാം. Raising a child requires significant amount of resources, time, social, financial and environmental planning can help assure that resources are available. അപ്പോൾ നമുക്കറിയാം, ഒരു വീട്ടിൽ വലിയ പാരൻസിന് വലിയ ജോലിയില്ല, പക്ഷെ അവിടെ 5 മക്കളുണ്ടെങ്കിൽ 5 പേരുടെയും വിദ്യാഭ്യാസവും അവർക്ക് ശരിയായ അളവിൽ കൃത്യമായി എല്ലാം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ അവരുടെ വരുമാനത്തിനനുസരിച്ച് 1 or 2 കുട്ടിയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അവരുടെ ഫാമിലി വെൽഫെയർ നോക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പർപ്പസ്. കൂടാതെ ടു ഇംപ്രൂവ് ദ ഹെൽത്ത് ഓഫ് ദ മദർ ആൻഡ് ചൈൽഡ്, കുട്ടിയുടെയും അമ്മയുടെയും ആരോഗ്യം ഇതുവഴി സംരക്ഷിക്കപ്പെടുന്നു. ഹെൽപ്പിംഗ് ടു പ്രിവെൻറ്റ് HIV or AIDS, അതേപോലെ സെക്ഷലി ട്രാൻസ്മിറ്റബിൾ ഡിസീസസിനെയൊക്കെ ഇത് തടയുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ക്രൈറ്റീരിയ ഫോർ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്. ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവിന് എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് വേണ്ടത്? ഇറ്റ് ഷുഡ് ബി സേഫ് ഫോർ യൂസ്, മീൻസ് ഫ്രീ ഫ്രം എനി കൈൻഡ് ഓഫ് സൈഡ് ഇഫക്ട്സ്, റിലയബിൾ ആയിരിക്കണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈസി ടു അഡ്മിനിസ്റ്റർ ആൻഡ് കൺവീനിയൻ്റ് ആയിരിക്കണം, ഷുഡ് ബി കോസ്റ്റ് ഇഫക്റ്റീവ്, ഇറ്റ് ഷുഡ് ബി കൾച്ചറലി ഫീസിബിൾ ആൻഡ് അക്സെപ്റ്റബിൾ. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ഒരു ഐഡിയൽ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവിന് വേണ്ട കാര്യങ്ങൾ. ആൻഡ് നമുക്ക് നോക്കാം മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ. സാധാരണ സ്പേസിങ് മെത്തേഡ്സ് ആണുള്ളത്. അതായത് സ്പേസിങ് മെത്തേഡ്സ് എന്നും നമുക്ക് സ്പേസിങ് മെത്തേഡ്സ് എന്നും അതായത് നോൺ ടെർമിനൽ എന്നും ടെർമിനൽ എന്നും നമുക്ക് സ്പേസിങ് അനുസരിച്ച് ടെർമിനൽ എന്നും നോൺ ടെർമിനൽ എന്നും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം സ്പേസിങ് മെത്തേഡ്സ്. അപ്പം അതിൽ വരുന്നതാണ് നാച്ചുറൽ മെത്തേഡ്സും ബാരിയർ മെത്തേഡ്സും. നാച്ചുറൽ മെത്തേഡ്സിൽ സാധാരണ അപ്പോൾ നമുക്ക് നാച്ചുറൽ മെത്തേഡും ബാരിയർ മെത്തേഡും ഉണ്ട് സ്പേസിങ് മെത്തേഡ്സിൽ. നാച്ചുറൽ മെത്തേഡ്സ് അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ നാച്ചുറൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് വിത്ഡ്രോവൽ മെത്തേഡാണ്, അതായത് കോയിറ്റസ് ഇൻ്ററപ്റ്റസ്. പിന്നെ വരുന്നത് അബ്സ്റ്റിസ്റ്റൻസ് ആണ്, ഓർ റിതം മെത്തേഡ്. പിന്നെ ഉള്ളത് ബ്രസ്റ്റ് ഫീഡിങ്. ഇതൊക്കെയാണ് നാച്ചുറൽ മെത്തേഡിൽ വരുന്നത്. ഇനി ബാരിയർ മെത്തേഡ്സിൽ വരുമ്പോൾ, അതായത് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സിൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ബാരിയർ മെത്തേഡ്, കെമിക്കൽ ബാരിയർ മെത്തേഡ്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, ഹോർമോണൽ മെത്തേഡ്സ്, പോസ്റ്റ് കൺസെപ്ഷണൽ മെത്തേഡ്സ്. ഇനി ടെർമിനൽ മെത്തേഡ്സിൽ നമ്മൾ പറയുകയാണെങ്കിൽ വാസക്ടമിയും ട്യൂബക്ടമിയും. ഇത് പെർമനൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളാണ്. മറ്റത് നോൺ ടെർമിനലാണ് നമ്മളിപ്പോൾ കണ്ടത്. നോൺ ടെർമിനലിൽ 2 എണ്ണം ഉണ്ട്, നാച്ചുറലും ബാരിയറും. ടെർമിനലിൽ വാസക്ടമിയും ട്യൂബക്ടമിയും. സ്പേസിങ് മെത്തേഡ്സ് ഹെൽപ്പ് ഇൻ പ്രിവെൻഷൻ ഓഫ് പ്രഗ്നൻസി ആസ് ലോങ് ആസ് ദേ ആർ യൂസ്ഡ്. അപ്പോൾ സ്പേസിങ് മെത്തേഡ്സ് പ്രഗ്നൻസിയെ ദീർഘകാലം തടയും. These methods can help in timing and spacing of pregnancy, preventing unwanted children. These methods are temporary methods. Natural methods എന്ന് പറയുമ്പോൾ natural methods do not involve the use of any of the man-made devices. Man-made devices ഒന്നുമില്ലാതെ പ്രഗ്നൻസിയെ തടയുന്നതാണ് natural methods. These methods are useful for timing and spacing of pregnancy. അപ്പോൾ അത് നമ്മൾ തീർച്ചയായും പ്രഗ്നൻസിയുടെ ടൈമിങ്ങും സ്പേസിങ്ങും തീർച്ചയായും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് വിത്ഡ്രോവൽ മെത്തേഡ് ഓർ കോയറ്റസ് ഇൻ്ററപ്റ്റസ്. അപ്പോൾ ഈ ദിസ് മെത്തേഡ് ദ പെനിസ് ഈസ് വിത്ഡ്രോൺ ഫ്രം ദ വെജൈന ബിഫോർ ഇജാക്കുലേഷൻ. നമുക്കറിയാം ഇത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബട്ട് ലീസ്റ്റ് സക്സസ്ഫുൾ മീൻസ് ഓഫ് ബെർത്ത് കൺട്രോൾ ആണ് വിത്ഡ്രോവൽ. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ പഴയതും എന്നാൽ സക്സസ്ഫുൾ റേറ്റ് കുറഞ്ഞതുമായ ഒരു മെത്തേഡാണ് വിത്ഡ്രോവൽ മെത്തേഡ്. അതായത് ഇതൊരു നമ്മൾ നേരത്തെ പറഞ്ഞു ഇസ് ദ വിത്ഡ്രോ പെനിസ് ഫ്രം ദ വെജൈന ബിഫോർ ഇജാക്കുലേഷൻ. സ്പേം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പെനിസ് റിമൂവ് ചെയ്യുന്നതാണ് ബിഫോർ ഇജാക്കുലേഷൻ. അതിൽ സ്പേം വെളിയിൽ വരുന്നതിന് മുന്നേ തന്നെ അത് വിത്ഡ്രോ ചെയ്യുന്നതാണ് ഈ മെത്തേഡ്. ഇറ്റ് വാസ് യൂസ് ഓവർ 2000 years ago. അപ്പോൾ 2000 over years മുമ്പ് തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് വിത്ഡ്രോവൽ ഓഫ് ദ പെനിസ് ഫ്രം ദ വെജൈന ബൈ മെയിൽ ബിഫോർ ഇജാക്കുലേഷൻ സോ ദാറ്റ് സെമൻ ഈസ് നോട്ട് ഡിപ്പോസിറ്റഡ് ഇൻ ദ വെജൈന ആൻഡ് ദർ ഈസ് നോ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ സ്പേമും എഗ്ഗും മീറ്റ് ചെയ്യാൻ അനുവദിക്കാതെ ആ സമയത്ത് തന്നെ പെനിസ്
വിത്ഡ്രോ ചെയ്യുന്നതാണ്. ഇജാക്കുലേഷന് മുമ്പ് തന്നെ വിത്ഡ്രോ ചെയ്യുന്നതാണ് വൺ ഓഫ് ദ മെത്തേഡ്. ദിസ് മെത്തേഡ് റിക്വയർസ് ട്രമണ്ടസ് വിൽ പവർ ആൻഡ് ഫ്രീക്വൻലി ഫെയിൽസ് ഫോർ സെവറൽ റീസൺ. അപ്പോൾ ഈ മെത്തേഡ് നടപ്പിലാക്കണമെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു വിൽ പവർ ഉണ്ടായിരിക്കണം. ആൻഡ് ഫസ്റ്റ് വിത്ഡ്രോവൽ ഓഫൺ ഫെയിൽസ് ഇൻ ദ ഹീറ്റ് ഓഫ് പാഷൻ. അപ്പോൾ ഈ ചില മനുഷ്യർക്ക് ഈ വിത്ഡ്രോവൽ അവരുടെ ഹീറ്റ് ഓഫ് പാഷനെ അവരുടെ പങ്കാളിയുമായിട്ടുള്ള ഒരു ഹീറ്റ് ഓഫ് പാഷനെ കുറയ്ക്കുന്നു. അതേപോലെ സംടൈംസ് ദ പെനിസ് ഇസ് വിത്ഡ്രോൺ ടു ലേറ്റ് ടു അവോയ്ഡ് ഇൻട്രാവജൈനൽ ഇജാക്കുലേഷൻ. ചില സമയങ്ങളിൽ ഇത് വിത്ഡ്രോ ചെയ്യാൻ വളരെ താമസം ഉണ്ടാക്കുന്നു. അപ്പോൾ അതൊക്കെ ഇൻട്രാവജൈനൽ ഇജാക്കുലേഷൻ, അതായത് വജൈനയിലെ യൂട്രസിൽ പോകുന്ന, അതായത് ഓവറിയിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഓവറിയിൽ പോകുന്നതിൽ മുമ്പുള്ള ഇൻട്രാവജൈനൽ ഇജാക്കുലേഷന് കാരണമാകുകയും അതേപോലെ തന്നെ ഇത് പ്രീ ഇജാക്കുലേറ്ററി ലീക്കേജ് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പ്രീ ഇജാക്കുലേറ്ററി ലീക്കേജ് വന്നാൽ, അതായത് ഇജാക്കുലേഷൻ വരുന്നതിന് മുമ്പുള്ള സെമൻ പ്രൊഡക്ഷൻ, അതാണ് പ്രീ ഇജാക്കുലേറ്ററി ലീക്കേജ്. അപ്പോൾ ഇത് ചില ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ്സ് ഈ കൗപ്പേഴ്സ് ഗ്ലാൻഡ്സിൽ നിന്ന് വരുന്നതാണ്. ചില സമയങ്ങളിൽ അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു ലൂബ്രിക്കേഷൻസ് അല്ലെങ്കിൽ അതിനകത്ത് ചില സമയങ്ങളിൽ സ്പേം ഉണ്ടാവാം, അത് ഫെർട്ടിലൈസേഷന് കാരണമാകാം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവർക്ക് ഒരു ലേഡിക്ക് അല്ലെങ്കിൽ അവർക്ക് അത്ര ഏജ് ഇല്ല, ഒരു നേരത്തെ കല്യാണം കഴിച്ചവരാകാം, അല്ലെങ്കിൽ അവർക്കിപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി മോശമാണ്, അവർക്കൊരു കുഞ്ഞ് വേണ്ട എന്നൊരു സിറ്റുവേഷൻസിലാണ് അവരൊരു വിത്ഡ്രോവൽ മെത്തേഡ് ചെയ്യുന്നത്. പക്ഷേ അവർ സെക്സിൽ ഏർപ്പെട്ടു, പക്ഷേ അവർ ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ടു, പക്ഷേ അവർക്ക് കുട്ടി വേണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ ഈ മെത്തേഡ് വഴി അവർ കുട്ടിയെ അതൊരു നാച്ചുറൽ ബാരിയറായിട്ട് ഇത് യൂസ് ചെയ്താൽ, നാച്ചുറൽ മെത്തേഡായിട്ട് ഇത് അഡോപ്റ്റ് ചെയ്താൽ സക്സസ്ഫുൾ റേറ്റ് കുറവുമാണ്. ചിലപ്പോൾ പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതാകെ അവരുടെ സാമ്പത്തിക സ്ഥിതിയെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി വെൽഫെയറിനെ തീർച്ചയായും ബാധിക്കും. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇൻവോൾവ്സ് നോ കോസ്റ്റ്, വലിയ ചിലവൊന്നുമില്ല. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി അതർ ഡിവൈസ്, മറ്റ് ഡിവൈസുകളൊന്നും ആവശ്യമില്ല. വിത്ത് സെൽഫ് കൺട്രോൾ ആൻഡ് ഡിസിപ്ലിൻ ഇറ്റ് ക്യാൻ ബി ഫെയർലി ഇഫക്റ്റീവ്. സെൽഫ് കൺട്രോളും ഡിസിപ്ലിനുമാണ് ഇതിൽ ആവശ്യം. ഡീമെറിറ്റ്സ് റിക്വയർ എ ഗ്രേറ്റ് ഡീൽ ഓഫ് സെൽഫ് കൺട്രോൾ, വളരെ ഒരു സെൽഫ് കൺട്രോൾ ആവശ്യമുണ്ട്. ദിസ് ഫെയിലിയർ റേറ്റ് ഈസ് വെരി ഹൈ, ഫെയിലിയർ റേറ്റ് വളരെ കൂടുതലാണ്. സ്ലൈറ്റസ്റ്റ് ഡിലേ ഇൻ വിത്ഡ്രോവൽ ക്യാൻ ലീഡ് ടു പ്രഗ്നൻസി, വളരെ ഒരു ചെറിയ താമസം ഇതിൽ വന്നാൽ പ്രഗ്നൻസിക്ക് കാരണമാകും. അപ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും. And the next one is the abstinence or rhythm method. And abstaining from sexual intercourse around the time of ovulation ensures 100% contraception. അപ്പോൾ ഇവിടെ പറയുന്നത് അബ്സ്റ്റെയിനിങ് ഫ്രം, എന്താണ് അബ്സ്റ്റെയിനിങ് ഒരു അബ്സിസ്റ്റൻസ് ഒരു റിതം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് റിതം മെത്തേഡ് ഓർ കലണ്ടർ മെത്തേഡ്. അപ്പോൾ ബേസ്ഡ് അപ്പോൺ ദ പ്രോസസ് ഓഫ് ഓവുലേഷൻ ആൻഡ് മെൻസ്ട്രുവൽ സൈക്കിൾ വിച്ച് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് ദ സേഫ് പീരിയഡ് വെൻ കോയറ്റസ് ക്യാൻ ബി ഡൺ ആൻഡ് അൺസേഫ് പീരിയഡ് വെൻ കോയറ്റസ് ക്യാൻ ബി അവോയ്ഡഡ് ടു പ്രിവെൻറ്റ് പ്രഗ്നൻസി. അപ്പോൾ മിക്ക കുട്ടികൾക്കും അല്ലെങ്കിൽ മിക്ക യങ് കപ്പിൾസിനും അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ സേഫ് പീരീഡ്, എന്താണ് സേഫ് പീരീഡ്? നമുക്ക് സ്ത്രീകളിൽ ഓവുലേഷൻ നടക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ അത് ഓവുലേഷൻ നടന്നു കഴിഞ്ഞാലും നടക്കുന്നതിന് മുമ്പുള്ള സമയമാണ് സേഫ് പീരീഡ്. അപ്പോൾ ആ പീരീഡിൽ സ്പേമും എഗ്ഗും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷനുള്ള സാധ്യത ഇല്ല. കാരണം ഓവുലേഷൻ മെച്ചർ ഓവം എഗ്ഗില്ല, പിന്നെ എങ്ങനെയാണ് ഫ്യൂഷൻ നടക്കുന്നത്? അപ്പം ഇതിനെ നമ്മളിത് കലണ്ടറിൽ നോക്കിയിട്ട് അവരുടെ ലാസ്റ്റ് മെൻസ്ട്രുവൽ ഫേസ് എപ്പോഴാണെന്ന് അവർ ഓരോ പീരീഡ് ഓരോ മന്തിലുള്ള പീരീഡ് ഡേറ്റ് റെക്കോർഡിക്കലി നോക്കിയിട്ട് അതനുസരിച്ചിട്ട് അടുത്ത ഓവുലേഷൻ്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മളിതിനെ കലണ്ടർ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ പറയുന്നതിൻ്റെ മെറിറ്റ്സ് എന്താണ്? ഡസ് നോട്ട് റിക്വയർ എനി മാൻമെയ്ഡ്, ഇവിടെയും മാൻമെയ്ഡ് ഡിവൈസ് ഒന്നുമില്ല, അതൊരു മെറിറ്റാണ്. പക്ഷേ ഡിമെറിറ്റ്സ് എന്താണ്? റിക്വയർ സെൽഫ് കൺട്രോൾ ബൈ ദ പാർട്ട്ണർ ഡ്യൂറിങ് ദ ഹൈലി അൺസേഫ് പീരീഡ്. അപ്പോൾ സേഫ് പീരീഡിൽ ഓക്കെ, പക്ഷെ അൺസേഫ് പീരീഡിൽ ഇവർ ഇൻ്റർകോഴ്സ് നടത്തി കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത 100%. നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ വുമൺ ഹൂ ഡസ് നോട്ട് ഹാവ് എ റെഗുലർ പീരീഡ്. അപ്പോൾ റെഗുലർ പീരീഡ് അല്ലാത്ത ഒരു സ്ത്രീക്കും ഈ ഒരു മെത്തേഡ് ഇത് ഉപയോഗിക്കുന്നത് പ്രശ്നമാണ്. ആൻഡ് ഫെയിലിയർ റേറ്റ് ഈസ് ഹൈ, ഇത്
ഫെയിലിയർ റേറ്റ് വളരെ കൂടുതലാണ്. സേഫ് പീരീഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഇൻ്റർകോഴ്സ് നടത്തുന്നവർക്ക് എല്ലാം തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫെയിലിയർ റേറ്റ് ഹൈ ആണ്. റിക്വയർ ഗ്രേറ്റ് ഡീൽ ഓഫ് വിൽ പവർ ആൻഡ് മോട്ടിവേഷൻ. ഇപ്പോൾ വിൽ പവറും മോട്ടിവേഷനും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സക്സസ് ആവുന്ന റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ ഇതിൽ ഈ സേഫ് ടൈം യൂസിങ് കലണ്ടർ മെത്തേഡ്. അപ്പം എങ്ങനെയാണ് സേഫ് ടൈം കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് തീർച്ചയായും പെൺകുട്ടികൾ എല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. സേഫ് പീരീഡ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം 30 days ആണുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ റൗണ്ടിൽ കാണിച്ചിരിക്കുന്ന സ്റ്റാർട്ട് ഓഫ് പീരീഡ്, ഒരു പെൺകുട്ടിക്ക് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേ ആണ് സ്റ്റാർട്ട് ഓഫ് പീരീഡ് റൗണ്ടിൽ കാണിച്ചിരിക്കുന്ന 4th day. ആൻഡ് ദെൻ അപ്പോൾ ആ 4th day, 5th, 6th, 7th, 8th, 9th, 10th ഇത്രയും ദിവസം സേഫ് ഡേയ്സ് ആണ്. പക്ഷേ ഈ ഡേയ്സിലൊക്കെ മെൻസ്ട്രൽ ഫ്ലോ ഉണ്ടാകും. പക്ഷേ ഈ ദിവസങ്ങളിൽ സെക്ഷൽ കോണ്ടാക്റ്റ് നടത്തുന്നത് ഫിസിക്കലി ധാരാളം പ്രോബ്ലങ്ങൾക്കും ഇൻഫെക്ഷൻസും യൂട്രസിന് ഡാമേജിനൊക്കെ കാരണമാകും. ബട്ട് ആൻഡ് ദ നെക്സ്റ്റ്, അപ്പോൾ ഇങ്ങനെ മെൻസ്ട്രൽ ഫ്ലോയ്ക്ക് ശേഷമുള്ള ദിവസം, അപ്പോൾ വരുന്ന ദിവസങ്ങൾ, ആ ദിവസം എപ്പോഴാണോ മെൻസ്ട്രൽ ഫ്ലോ കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളെയാണ് നമ്മൾ സേഫ്റ്റി പീരിയഡ്, അത് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളെ നമ്മൾ അൺസേഫ് ഡേയ്സ് എന്ന് വിളിക്കുന്നു. അപ്പം മെൻസ്ട്രൽ ഡേ കഴിഞ്ഞു വരുന്ന ദിവസം 8ാമത്തെ ദിവസം തൊട്ട് വരുന്ന ദിവസം ആ 8 ദിവസം കഴിഞ്ഞുള്ള ബാക്കി 20th day വരെ അൺസേഫ് ഡേ ആണ്. കാരണം ഈ ഒരു മെൻസ്ട്രൽ ഫ്ലോ കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഹോർമോണൽ ചേഞ്ച് ഉണ്ടായി തീർച്ചയായും അടുത്ത 2 ഓവറിയാണ് സ്ത്രീകൾക്കുള്ളത്. അതിൽ നിന്ന് ഒരു ഓവറിയിൽ നിന്ന് എഗ്ഗ് മെച്ചുറായി എഗ്ഗ് റിലീസ് ആവാനുള്ള സമയമാണ് ഈ കൊടുത്തിരിക്കുന്ന അൺസേഫ് പീരീഡ്. ഈ സമയങ്ങളിൽ ഏതെങ്കിലും സമയത്ത് ഒരു ഇൻ്റർകോഴ്സ് നടക്കുകയാണെങ്കിൽ തീർച്ചയായും എഗ്ഗും സ്പേമും കണ്ടുമുട്ടി ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള സാധ്യത 100% ആണ്. എന്നാൽ അതിനുശേഷം വരുന്ന ദിവസങ്ങളെ നമുക്ക് സേഫ്റ്റി ഡേയ്സ് എന്ന് വിളിക്കാം. പക്ഷേ പീരീഡ് റെഗുലർ അല്ലാത്തവർക്ക് ഈ സേഫ്റ്റി ഡേയ്സിൽ ഏതെങ്കിലും ദിവസമാണ് ഓവുലേഷൻ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രഗ്നൻ്റ് ആവും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കലണ്ടർ മെത്തേഡ് അല്ലെങ്കിൽ റിതം മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം മെൻസ്ട്രൽ പീരീഡ്, ആ പീരീഡ് മെൻസ്ട്രൽ ഫ്ലോയ്ക്ക് ശേഷമുള്ള പീരീഡ് എന്ന് പറയുന്ന സമയം ഒരു 20 days or 14th ഡേയിലാണ് മെൻസ്ട്രേഷൻ കഴിഞ്ഞ് വരുന്ന 14th ഡേയിലാണ് ഓവുലേഷൻ നടക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ 100% പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്ന 20th ഡേ കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ സേഫ്റ്റി ഡേയ്സ് ആണ്. പക്ഷേ ഇത് സക്സസ് റേറ്റ് വളരെ കുറവാണ്. ഇറ്റ് ഇൻവോൾവ്സ് കംപ്ലീറ്റ് അവോയ്ഡൻസ് ഓഫ് സെക്ഷൽ കൊഹാബിറ്റ്. അപ്പോൾ ഈ അബ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സമയങ്ങളിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് സെക്ഷൽ കൊഹാബിറ്റിനെ അവോയ്ഡ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഉള്ളൊരു പ്രധാന കാര്യം. അതുപോലെ തന്നെ ബൈ കീപ്പിംഗ് എ ടെമ്പറേച്ചർ റെക്കോർഡ് ഓഫ് സെവറൽ മെൻസ്ട്രൽ സൈക്കിൾസ് എ വുമൺ ക്യാൻ ഡിറ്റർമിൻ ദ ലെങ്ത് ഓഫ് ഹെർ സൈക്കിൾ ആൻഡ് ടൈം ഓഫ് ഓവുലേഷൻ. അപ്പോൾ നമുക്ക് അറിയാം, ഒരു സ്ത്രീയിൽ ഓവുലേഷൻ നടക്കുന്ന സമയം തിരിച്ചറിയാൻ പറ്റും. അവരുടെ ബോഡി ടെമ്പറേച്ചർ നോർമലിൽ നിന്ന് 1 to 1 അല്ലെങ്കിൽ 1.5 degree സെൽഷ്യസ് കൂടുകയും റൈറ്റ് ആഫ്റ്റർ ഓവുലേഷൻ, അപ്പോൾ ആ സമയമാണ് ഒരു ഓവുലേഷൻ നടക്കുന്നതിനുള്ള സമയമായിരിക്കുന്നതെന്ന് മനസ്സിലാകും. അപ്പോൾ ഈ സമയത്ത് തീർച്ചയായും അവർ ഇൻ്റർകോഴ്സ് നടത്തിയാൽ പ്രഗ്നൻസി ഉണ്ടാകാനുള്ള ചാൻസ് 100% കൂടുതലാണ്. ആൻഡ് അനദർ മെത്തേഡ് ഇസ് ദ ബ്രസ്റ്റ് ഫീഡിങ്. അപ്പോൾ പറയുന്നുണ്ട് ബ്രസ്റ്റ് ഫീഡിങ് ഹാസ് എ നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് ഇഫക്റ്റ്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്ന ഒരു അമ്മയ്ക്ക് കോൺട്രാസെപ്ഷൻ ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസിക്കുള്ള ചാൻസ് കുറവാണെന്ന്. പക്ഷേ അത് ഒരു അൺസേഫ് ചിന്തയാണ്. കാരണം ആൻഡ് ഇൻ മെനി സൊസൈറ്റി ഇറ്റ് ഈസ് ദ മെയിൻ ഫാക്ടർ റെഗുലേറ്റിംഗ് ഫെർട്ടിലിറ്റി. ഒരുപാട് കൺട്രീസിൽ ഇങ്ങനെ ഫെർട്ടിലിറ്റിയെ കൺട്രോൾ ചെയ്യാനായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ടെങ്കിൽ അത് ഫെർട്ടിലൈസേഷൻ നടക്കില്ല എന്ന് പറയുന്നു. പക്ഷേ the mother should be encouraged to breastfeed their baby for more than 1 year. This will help in spacing the birth of their children more widely. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് നടത്തുകയാണെങ്കിൽ അവരുടെ ആ സമയത്ത് ഓവുലേഷനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഇത് ഒരു അൺസേഫ് മെത്തേഡാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ദ ബാരിയർ മെത്തേഡ്സ് ഓർ ആർട്ടിഫിഷ്യൽ മെത്തേഡ്.
And the barrier methods are those methods which prevent meeting of sperm with ovum. There are many major types of barrier method. Barrier methodന്റെ പ്രധാന ഉദ്ദേശം ഒരു ആർട്ടിഫിഷ്യൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രൊമിനൻ്റ് among the artificial methods the barrier method, hormonal methods, sterilization and medical termination pregnancy. ഇവിടെ പറയുന്നത് വെച്ചാൽ എന്താണ്, ബാരിയർ മെത്തേഡ്സിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ മെത്തേഡ്സിൽ പറയുന്നത് പലതരത്തിലുള്ള ബാരിയേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എഗ്ഗും സ്പെർമും മീറ്റ് ചെയ്യുന്നതിനെ തടയാൻ പറ്റും. അതിൽ പറയുന്ന പ്രധാന മെത്തേഡുകളാണ് ബാരിയർ മെത്തേഡ്, ഹോർമോണൽ മെത്തേഡ്, സ്റ്റെറിലൈസേഷൻ ആൻഡ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അപ്പോൾ ബാരിയർ മെത്തേഡ്സിൽ ഫസ്റ്റ് നമുക്ക് പറയാം ഒന്ന് ഫിസിക്കൽ ബാരിയർ മെത്തേഡ്, അതാണ് നിരോധ് ഓർ കോണ്ടം ആർ ദ തിൻ ലാറ്റക്സ് റബ്ബർ ഷീറ്റ്. അപ്പോൾ ഇതൊരു തിൻ റബ്ബർ ഷീറ്റാണ് വിച്ച് ഈസ് യൂസ് ബൈ മെൻ. ഇറ്റ് റോൾസ് ഓവർ ദ ഇറക്റ്റ് പെനിസ് ബിഫോർ ഹാവിങ് സെക്സ്. അപ്പോൾ സെക്സിന് മുന്നേ സ്പേം റിലീസ്ഡ് ഡ്യൂറിങ് ഇജാക്കുലേഷൻ ആർ ട്രാപ്ഡ് ഇൻസൈഡ്. അപ്പോൾ ഇജാക്കുലേഷൻ നടന്നാൽ സ്പേം ഇതിൽ ട്രാപ്പ് ആവുന്നു. അപ്പോൾ ഇതിനെ ഇറക്റ്റായിട്ടുള്ള പെനിസിൽ സെക്സിന് മുന്നേ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദ റബ്ബർ ഷീറ്റ് പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് സെമൻ ഇൻ ടു ദ വജൈന. അപ്പോൾ ഈ റബ്ബർ ഷീറ്റ് ആ സെമനെ എല്ലാം കളക്ട് ചെയ്യും, വജൈനയിൽ പോയി ഓവറിയിൽ ചെന്ന് ഓവുലേഷൻ നടക്കുന്നതിനെ തടയപ്പെടും. ദ കോണ്ടം മസ്റ്റ് ബി ഹെൽഡ് കെയർഫുള്ളി വെൻ ടേക്കിംഗ് ഔട്ട് പെനിസ് ഫ്രം ദ വജൈന ടു പ്രിവെൻറ്റ് സ്പില്ലിംഗ് ഓഫ് സെമൻ ഇൻ ടു ദ വജൈന. അപ്പോൾ വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ ഇത് ഉപയോഗിക്കുക. അതല്ലാത്ത പക്ഷം വജൈനയിൽ സ്പേം റിലീസാവുകയും ഫെർട്ടിലൈസേഷനുള്ള സാധ്യത നടക്കുകയും ചെയ്യും. ഇറ്റ് ഈസ് അവൈലബിൾ ഫ്രീ കോസ്റ്റ് ഫ്രം അർബൻ ആൻഡ് റൂറൽ ഫാമിലി വെൽഫെയർ സെൻറ്റേഴ്സ്. ഫാമിലി വെൽഫെയർ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലും ഒക്കെ റൂറൽ ഫാമിലി വെൽഫെയർ സെൻറ്റേഴ്സിലൊക്കെ ഇത് വിതരണം ചെയ്യുന്നുണ്ട് വെറുതെ. അപ്പോൾ ഒരു പോപ്പുലേഷൻ കൺട്രോളിൻ്റെ ഭാഗമായിട്ട്. ഇതിൻ്റെ മെറിറ്റ്സ് എന്താണ്? സിമ്പിൾ ആൻഡ് ഇഫക്റ്റീവ് മെത്തേഡ്, ഈസി ടു യൂസ്, ഡിസ്പോസിബിൾ ആണ്, നോ മെഡിക്കൽ സൂപ്പർവിഷൻ ആവശ്യമില്ല, പ്രൊട്ടക്ട് ഫ്രം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു. ഡീമെറിറ്റ്സ് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് കറക്റ്റ്ലി, ഇറ്റ് മേ സ്ലിപ്പ് ഓർ ഗെറ്റ് ടിയർ ഓഫ് ആൻഡ് ദ സെമൻ ഗെറ്റ് സ്പിൽഡ് ഇൻ ടു വജൈന. ഇപ്പോൾ ഇത് ശരിയായ രീതിയിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അതിലൊരു ടിയർ വന്നിട്ട് സ്പേം എൻട്രി ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻ സം റെയർ കേസ് ദ പേഴ്സൺ മേ ഹാവ് അലർജിക് ടു റബ്ബർ. ചില പേഴ്സൺസിന് ഈ റബ്ബർ അലർജിക് ആയിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. സം പീപ്പിൾ മേ നോട്ട് എൻജോയ് സെക്സ് ബിക്കോസ് ഓഫ് ഇൻ്റർഫിയർ വിത്ത് ദ സെൻസേഷൻ. ചിലർക്ക് അത് ഇതിൻ്റെ ഉപയോഗം അവർക്ക് സെൻസേഷൻ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദ ഡയഫ്രം. ഇതുപോലെ നമ്മൾ പറഞ്ഞ ഫീമെയിൽ കോണ്ടംസും അവൈലബിൾ ആണ്. പൗച്ച് മെയ്ഡ് ഓഫ് പോളി യുറിത്തേൻ വെച്ചിട്ടുള്ള പൗച്ചുകളാണ്. വിച്ച് ലൈൻസ് ദ വെജൈന. അത് വജൈനയെ ലൈൻസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് എൻ ഇഫക്റ്റീവ് ബാരിയർ ഓഫ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. അപ്പോൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ തടയുന്നതിനുള്ള ഒരു പ്രധാന ബാരിയറാണ് ഫീമെയിൽ കോണ്ടം. ഇതിന് ഹൈ കോസ്റ്റും അക്സെപ്റ്റബിലിറ്റി ആർമേ. അപ്പോൾ ഇത് വലിയ കോസ്റ്റ് കൂടുതലാണ്. പൊതുവെ സ്ത്രീകൾ ഇതൊരു ഉപയോഗിക്കുന്നത് വളരെ ഒരു പ്രോബ്ലമാണ്. അതാണ് ഇത് ഫീമെയിൽ കോണ്ടംസ് സാധാരണയായിട്ട് വരുന്ന പ്രത്യേകത. ഇനി നെക്സ്റ്റ് വൺ ഇസ് ദ ഡയഫ്രം. ഡയഫ്രം എന്ന് പറയുന്നത് ഇസ് എ റബ്ബർ പ്ലാസ്റ്റിക് കപ്പാണ്. വുമൺ ഇൻ ഹെർ വജൈന ടു ഫോം എ ബാരിയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ സെർവിക്സ്. സെർവിക്സിൻ്റെ ഫ്രണ്ടിൽ ഒരു ബാരിയർ ആയിട്ട് നിൽക്കും. ദ ഡയഫ്രം ഈസ് ഡം ഷേപ്ഡ് ആൻഡ് ഇസ് ലൈക്ക് എ ഷാലോ ക്യാപ്പ്. അപ്പോൾ ഒരു ഷാലോ ക്യാപ്പ് പോലെയാണ് ഇരിക്കുന്നത്. ഇതും അതേപോലെ തന്നെ സ്പേമും എഗ്ഗും മ്യൂട്ട് ചെയ്യുന്നതിനെ തടയും. അതുപോലെ തന്നെ സോഫ്റ്റ് സിന്തറ്റിക് റബ്ബറാണ് ഓർ പ്ലാസ്റ്റിക് വിത്ത് സ്റ്റിഫ് ബട്ട് ഫ്ലെക്സിബിൾ റിമ്മാണ് അറൗണ്ട് ദ എഡ്ജ്. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ദ ഡച്ച് ക്യാപ്പ്. ഇപ്പോൾ ഡച്ചുകാരുടെ ക്യാപ്പ് പോലെയാണ് ഇതിരിക്കുന്നത്. ഡച്ച് ക്യാപ്പ് എന്ന് വിളിക്കുന്നു. ഡയഫ്രം ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഡിഫറൻറ്റ് റേഞ്ചിങ് ഫ്രം 5 to 10 centimeter. It's a shelled in position partly because of the tension created by the spring and partly because of the muscle tone of vagina. അപ്പോൾ വെജൈനയുടെ മസിൽ ടൂൺ അനുസരിച്ച് ഇത് ആക്ട് ചെയ്യും. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടു ഒബ്സർവ് ദ വെജൈനൽ മസിൽ ടോൺ, അതർവൈസ് ഡയഫ്രം മേ നോട്ട് റിമൈൻ ഇൻ പൊസിഷൻ. ആൻഡ് ദ മെറിറ്റ്സ് എന്ന് പറയുന്നത് ഡയഫ്രം എലോങ് വിത്ത് സ്പെർമിസൈഡ് ഈസ് വെരി ഇഫക്റ്റീവ്. അപ്പോൾ ഈ ഡയഫ്രത്തിനകത്ത് തന്നെ ഒരു ചെറിയ കെമിക്കൽസ് യൂസ് ചെയ്യും. സ്പെർമിസൈഡ് എന്ന് വെച്ചാൽ സ്പേംസിനെ കൊല്ലാനുള്ള. അപ്പോൾ ഇതിൻ്റെ ഫെയിലിയർ റേറ്റ് കുറവാണ്. ദർ ഇസ് നോ റിസ്ക് ഓർ എനി കൈൻഡ് ഓഫ് കോൺട്രാ ഇൻഡിക്കേഷൻ. പിന്നെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് അസിസ്റ്റൻസ്, ഡോക്ടറുടെ അസിസ്റ്റൻസ് വേണം, അല്ലെങ്കിൽ ഹെൽത്ത് പേഴ്സണൽ അസിസ്റ്റൻസ് വേണം, പ്രൈവസി വേണം, ടൈം ടു പ്ലേസ് ഇറ്റ് ഇൻ ദ വെജൈന. അതേപോലെ തന്നെ പീരിയോഡിക്കൽ ചെക്കപ്പ് ആവശ്യമുണ്ട്. ടു റിക്വയർ ഫെസിലിറ്റീസ് ഫോർ പ്രോപ്പർ കെയർ ആൻഡ് സ്റ്റോറേജ്. പ്രോപ്പറായിട്ട് കെയർ ചെയ്യുകയും സ്റ്റോറേജ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയും കാണപ്പെടുന്നുണ്ട്. And the vaginal sponge is the next is the vaginal sponge. Vaginal sponge is a small poly urethane form of sponge. അപ്പോൾ നേരത്തെ ഫീമെയിൽ കോണ്ടം പറഞ്ഞ പോലെ തന്നെയാണ്. ദിസ് ഇസ് സ്മോൾ അബ്സോർബൻറ്റ് പീസ് ഓഫ് ഫോം ഈസ്
പ്രഗ്നേറ്റഡ് വിത്ത് സ്പെർമിസൈഡൽ ഫോം. അതിനകത്ത് സ്പെർമിസൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ സ്പേമും എഗ്ഗും മീറ്റ് ചെയ്യുന്നതിനെ തടയും. ഇൻസേർട്ട് ബിഫോർ ദ കൊയറ്റസ്. കൊയറ്റസിന് ഇൻ്റർകോഴ്സിന് മുമ്പ് ഇത് ഇൻസേർട്ട് ചെയ്യുക. ഇത് 24 hours പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഇറ്റ് ഷുഡ് റിമെയിൻ ബി ദെയർ ഫോർ അറ്റ്ലീസ്റ്റ് 6 hours ആഫ്റ്റർ കൊയറ്റസ്. അപ്പോൾ പിന്നെ ഇത് വരുന്ന സ്പേംസ് ആർ ട്രാപ്ഡ് ഓൺ ദ സ്പോഞ്ച് ആൻഡ് ആർ ഡിസ്ട്രോയിഡ്. ഇറ്റ് ഈസ് ബെറ്റർ ദാൻ നോട്ട് ടു യൂസ് എനി മെത്തേഡ്. And next is the chemical barrier methods, that is spermicide. This method usually kill the sperm, and this way chemical contraceptive help in preventing the pregnancy. This chemical contraceptive which are form of tablets, aerosols, cream jelly, suppositories. അപ്പോൾ ഇതിൽ പറയുന്നത് ഫോം ടാബ്ലറ്റ്സ്, ജെല്ലി, പേസ്റ്റസ് ആൻഡ് ക്രീം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു വജൈന ബിഫോർ സെക്ഷൽ ഇൻ്റർകോഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ സ്പെർമിസൈഡ് അടങ്ങിയതാണ്. സ്പേമിനെ കൊല്ലുന്ന കെമിക്കൽസ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് സാധാരണ ലാക്റ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, ബോറിക് ആസിഡ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് സിങ്ക് സൾഫേറ്റ് ഇതൊക്കെയാണ് സാധാരണ സ്പെർമിസൈഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഇതിൻ്റെ ഈ ഫോം ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് വജൈനൽ ടാബ്ലറ്റ് ആണ്. അതിനകത്ത് സ്പെർമിസൈഡ് ഏജൻ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് നോനോക്സിനോൾ 9. നോനോക്സിനോൾ 9 എന്ന് പറഞ്ഞ ഒരു സ്പെർമിസൈഡൽ ഏജൻ്റ് ആണ്. ദ ഫോം ടാബ്ലറ്റ്സ് ജനറേറ്റ് എ തിക്ക് ഫോം അപ്പോൺ ഡിസോൾവിങ് ഇൻ വാട്ടർ. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അത് ഒരു തിക്ക് ഫോമായിട്ട് വരികയും ദ ടാബ്ലറ്റ് മോയിസ്റ്റൻഡ് വിത്ത് വാട്ടർ ഇൻപുട്ട് ഡീപ്പ് ഇൻ ടു ദ വജൈന നിയർ ദ എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഓഫ് ദ സെർവിക്സ് 5 to 10 minutes ബിഫോർ സെക്ഷൽ ഇൻ്റർകോഴ്സ്. ദ ഫോം എൻറ്റാങ്കിൾസ് ദ സ്പേം ആൻഡ് റെഡ്യൂസസ് മൊബിലിറ്റി ആൻഡ് സ്പെർമിസൈഡൽ ഏജൻറ്റ് കിൽ ദ സ്പേം. അപ്പോൾ ഇങ്ങനെയാണത് ഇത് സ്പേമിനെ കൊന്നുകളയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ക്രീംസ് ആൻഡ് ജെല്ലി. ക്രീംസും ജെല്ലിയും ഇതേപോലെ തന്നെയാണ്, സ്പെർമിസൈഡിൽ അടങ്ങിയതാണ്. എയറോസോൾ ഫോം ഈസ് എ ഫാർ ദ മോസ്റ്റ് ഇഫക്റ്റീവ് ഓഫ് ഓൾ ദ കെമിക്കൽ ബാരിയേഴ്സ്. അപ്പോൾ എയറോസോൾ ഫോം എന്ന് പറയുന്നതും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതെല്ലാം കെമിക്കൽ ആക്ഷൻ വഴി സ്പേമിനെ കൊന്നുകളയുന്നതാണ്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട മെറിറ്റ്സ് എന്ന് വെച്ചാൽ ദേ ആർ ഈസി ടു അഡ്മിനിസ്റ്റർ, അവൈലബിൾ ഫ്രീ ഇൻ ഹെൽത്ത് സെൻറ്റേഴ്സ്, നോട്ട് വെരി എക്സ്പെൻസീവ്. Demerits must be inserted deep down in all such point where sperms are likely to touch. അപ്പോൾ പ്രത്യേകത എന്താണ്? ഇതൊക്കെ ഇതുവഴിയെങ്കിലും സ്പേം എൻ്റർ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കണം ഇത് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കും. മസ്റ്റ് ബി അപ്ലൈഡ് ഈച്ച് ടൈം ബിഫോർ സെക്സ്. തീർച്ചയായും ഓരോ സെക്സിന് മുമ്പ് ഇത് അപ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നു. മേ കോസ് ഇറിറ്റേഷൻ ആൻഡ് ബേണിംഗ്. അപ്പോൾ സ്ത്രീകളിൽ ഇത് ഇറിറ്റേഷനും ബേണിംഗ് സെൻസേഷനൊക്കെ ഉണ്ടാക്കും. കാരണം അതിനകത്ത് നമ്മൾ പറഞ്ഞ ഈ ചെറിയ ചെറിയ ആസിഡ്സുകളൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. And the next is the intrauterine devices or IUDs. Intrauterine, these are devices which are placed in the uterine cavity. Earlier these devices are made up of silk, worm gut, silk and gold. 3 different types of UIDs are first generation UID, second generation UID, IUDs and third generation IUDs. അപ്പോൾ സാധാരണ ഇതിനെ രണ്ടായിട്ട് വീണ്ടും തരംതിരിക്കുന്നുണ്ട്, നോൺ മെഡിക്കേറ്റഡും മെഡിക്കേറ്റഡും. അപ്പം both are usually made of polythene or other polymer. In addition, the medicated or bioactive IUDs release either metal ion, copper or hormone progesterone. അപ്പോൾ ഇതിനെ നമ്മൾ കോപ്പർ ടി എന്നാണ് വിളിക്കുന്നത്. ടി ഷേപ്പിലുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അതേപോലെ തന്നെ വരുന്ന ഒന്നാണ്. ഫസ്റ്റ് ജനറേഷൻ IUDs എന്ന് പറയുമ്പോൾ പോളിത്തീൻ, പോളിഎത്തിലീൻ, നോൺ മെഡിക്കേറ്റഡ് ആണ്. These are available in different sizes and shapes such as coils, spirals, loops. The lips loop is the most popular and commonly used device. It is made of polyethylene and contains barium sulfate, which make it possible to locate it when required by X-ray. The loop is double S-shaped and has an attached made of fine nylon thread. And the second generation IUDs, they are also made of polyethylene, but copper is added into this. The second generation is copper add ചെയ്യുന്നുണ്ട്. The copper enhances the contraceptive effect. Variety of copper devices ഉണ്ട്. Copper 7 and copper T200. Variants of T devices TCU 220C and TCU 380A. Multi-loaded devices MLCU 250, ML 375, Nova TCU 380. All copper devices are more effective and less chances of side effects, that is pain and bleeding. Side effects കുറവാണ്. പെയിനും ബ്ലീഡിങ്ങും ചില കേസസിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം ഒരു പ്രശ്നം, ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് പെയിനും ചില ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്.
ആൻഡ് ദ തേർഡ് ജനറേഷൻ IUDs എന്ന് പറയുമ്പോൾ ദീസ് കണ്ടെയ്ൻ ഹോർമോൺസ്, ഹോർമോണൽ മെത്തേഡ്സ് ആണ്, വിച്ച് ഈസ് റിലീസ്ഡ് സ്ലോലി ഇൻ ദ യൂറസ്. ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പതുക്കെ ആ ഹോർമോൺസുകൾ യൂട്രസിൽ റിലീസ് ചെയ്യപ്പെടുക. ദ ഹോർമോൺ ഇഫക്റ്റ് ദ ലൈനിങ് ഓഫ് ദ യൂട്രസ് ആൻഡ് cervical muscles. It may affect the sperm. There are two types of hormone IUDs, that is progestogen and levonorgestrel device. ഇപ്പോൾ രണ്ടെണ്ണമാണ് സാധാരണ ഇതിൽ കാണപ്പെടുന്നത്. ഇതിൻ്റെ മെറിറ്റ്സ് ലോങ് പീരീഡ് യൂസ് ചെയ്യാം, ഈസിലി 15 വർഷക്കാലമൊക്കെ ഒരിക്കൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 വർഷം എന്തായാലും ഇത് യൂസ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് വെൻ കപ്പിൾസ് വാണ്ട് ടു ഹാവ് ചൈൽഡ്. അപ്പോൾ കുട്ടികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ സമയത്ത് അവർക്ക് ഇത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ കഴിയും. ഡു നോട്ട് ഇൻ്റർഫിയർ വിത്ത് കോയറ്റസ്, അപ്പോൾ അത് ഇൻ്റർകോഴ്സിന് തടസ്സമാകുന്നില്ല. ഇൻഎക്സ്പെൻസീവ്, വളരെ ചിലവുമില്ല. വെരി ഇഫക്റ്റീവ് ആൻഡ് ഫെയിലിയർ റേറ്റ് ഇസ് ലെസ്, വളരെ എഫക്റ്റീവാണ്, ഫെയിലിയർ റേറ്റ് കുറവാണ്. ഡു നോട്ട് റിക്വയർ ഹോസ്പിറ്റലൈസേഷൻ, ഹോസ്പിറ്റലിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ ഇതിൽ ഡീമെറിറ്റ്സ്, ചില സിറ്റുവേഷൻസിൽ ബ്ലീഡിങ്ങും പെയിനും പെർഫറേഷൻ ഓഫ് യൂട്രസും എക്സ്പൾഷനും ഒക്കെ, യൂട്രസിൽ നീര് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ആൻഡ് അനദർ വൺ ഈസ് ദ ഓറൽ പിൽസ്. ഹോർമോണൽ മെത്തേഡ്സിൽ വരുന്നതാണ് ബർത്ത് കൺട്രോൾ പിൽസ് ഓർ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. ദീസ് ആർ പലതരത്തിലുണ്ട്. അതിലൊന്ന് നമുക്ക് പറയാവുന്നത് കമ്പൈൻഡ് പില്ലാണ്. ദ പിൽ ഈസ് കമ്പോസ്ഡ് ഓഫ് 2 ഹോർമോൺസ്, ദാറ്റ് ഈസ് സിന്തറ്റിക് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ ഇൻ വെരി സ്മോൾ ഡോസ്. ചെറിയ അളവിൽ സിന്തറ്റിക് ആയിട്ടുള്ള ഈസ്ട്രോജനെയും പ്രൊജസ്ട്രോനെയും യൂസ് ചെയ്യുന്നതാണ് കമ്പൈൻഡ് പില്ല്. ഇറ്റ്സ് ആക്ഷൻ ഈസ് ടു ഇൻഹിബിറ്റ് ഓവുലേഷൻ ഓഫ് ഓവം ബൈ ബ്ലോക്കിംഗ് ദ സെക്രീഷൻ ഓഫ് ഗൊണാഡോട്രോപ്പിൻ ഫ്രം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നമ്മുടെ തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തി അതുവഴി ഓവുലേഷനെ തടസ്സപ്പെടുത്തുകയും പ്രൊജസ്ട്രോൺ ഓൾസോ തിക്കൻ ദ മ്യൂക്കോസ ഓഫ് ദ സെർവിക്സ് വിച്ച് പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് സ്പേം ഇൻ ടു ദ ജെനൈറ്റൽ കനാൽ. അപ്പോൾ കൂടാതെ തന്നെ പ്രൊജസ്ട്രോൺ വന്നു കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ എന്ത് ചെയ്യും, സെർവിക്സിലെ മ്യൂക്കസിന് തിക്കനിങ് കൂട്ടും, അത് ജെനൈറ്റൽ കനാലിലോട്ട് സ്പേം എൻ്റർ ചെയ്യുന്നത് തടയപ്പെടും. There are 2 types of pills available with the name Mala D and Mala N. രണ്ട് തരത്തിലാണ് ഈ കമ്പൈൻഡ് പില്ല് അവൈലബിൾ ആയിട്ടുള്ളത്. Mala D is the D-norgestrol 1 and ethinyl estradiol, and Mala N എന്ന് വെച്ചാൽ norethistarion and ethinyl estradiol. അപ്പോൾ പേരുകളൊന്നും കമ്പൈൻഡ് നോക്കിയില്ലെങ്കിലും നിങ്ങൾ മാല എന്നും മാല ഡിയും നോക്കുക. രണ്ടിലും ലെവനോർഗെസ്ട്രലും എഥിനൈൽ എസ്ട്രാഡിയോളും അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുമ്പോൾ 100% ഇഫക്റ്റീവാണ്, റെഗുലർലി ഇത് കഴിക്കാം. ഈസി ടു യൂസ് ആൻഡ് ഡസ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് കോയറ്റസ്, ഒരു പ്രശ്നവും ഇല്ല, അത് ഇൻ്റർകോഴ്സിനെ ബാധിക്കുന്നില്ല. റെഡ്യൂസ് ദ റിസ്ക് ഓഫ് അനീമിയ ബിക്കോസ് മെൻസ്ട്രൽ ബ്ലീഡിങ് ഈസ് ലാസ്. അപ്പോൾ എന്ത് ചെയ്യും, മെൻസ്ട്രൽ ബ്ലീഡിങ് ഇങ്ങനെ നീണ്ടു പോകുന്നതുകൊണ്ട് അനീമിയയ്ക്കുള്ള ചാൻസ് കുറവാണ്. റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, പക്ഷേ അത് പെൽവിക്കായിട്ട് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാക്കുന്നത് കുറയ്ക്കും. സിസ്റ്റ് ആൻഡ് യൂട്രൈൻ ക്യാൻസറിൻ്റെ അളവ് കുറയ്ക്കും. ആൻഡ് ഡീമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ഫെയിലിയർ റേറ്റ് ഇൻക്രീസസ് ഇഫ് ടേക്ക് റെഗുലർലി. അപ്പോൾ കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സാധ്യത കൂടും ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. മൈനർ സൈഡ് എഫക്ട്സ് ഉണ്ടാകും, സാധാരണ ഡിസിനെസ്, ക്ഷീണം, തളർച്ച, ശ്വാസം മുട്ട്, വൊമിറ്റിംഗ്, ഹെഡ് ഏക്ക്, വെയിറ്റ് ഗെയിൻ എക്സെട്ര. ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ഹാർട്ട് പ്രോബ്ലം ഇഫ് വുമൺ ഈസ് ഓൾറെഡി അറ്റ് റിസ്ക്. അപ്പോൾ റിസ്ക് ഉള്ള ഒരു സ്ത്രീയാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഹാർട്ടിന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. മേ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഗാൾ ബ്ലാഡർ ഡിസീസ് ആൻഡ് സർവിക്കൽ ക്യാൻസർ. കൂടാതെ സർവിക്കൽ ക്യാൻസറിനും ഗാൾ ബ്ലാഡർ ഡിസീസസിനും ഉള്ള ചാൻസസ് കൂടുതലാണ്. ആൻഡ് അനദർ വൺ ഈസ് ദ പ്രൊജസ്ട്രോൺ ഒള്ളി പിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ഈ 2 എൻസൈംസുകളിലൂടെ വരുന്ന ഹോർമോണുകൾ വരുന്ന പില്ലായിരുന്നു. ഇനി പ്രൊജസ്ട്രോൺ ഒള്ളി പിൽ, അതാണെങ്കിൽ ഡെയിലി കഴിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതങ്ങനെയല്ല, ഇത് പിൽ ഈസ് ഓൾസോ നോൺ ആസ് എ മിനി പിൽ. എ മിനി പിൽ ഇറ്റ് കണ്ടെയ്ൻ ഒള്ളി പ്രൊജസ്ട്രോൺ ആൻഡ് ഇറ്റ് തിക്കൻ ദ സർവിക്കൽ മ്യൂക്കസ് ക്യാവിറ്റി. അപ്പോൾ അതിനകത്ത് പ്രൊജസ്ട്രോൺ മാത്രമേ ഉള്ളൂ. അത് കഴിച്ചാൽ എന്താണ്, സെർവിക്സിലുള്ള മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും. അങ്ങനെ മിനി പിൽസ് ആർ ടേക്കൺ ത്രൂ ഔട്ട് ദ മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ദീസ് ആർ നോട്ട് യൂസ്ഡ് വൈറ്റ്ലി ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ ഫെയിലിയർ റേറ്റ്. അപ്പോൾ ഇതിങ്ങനെ ത്രൂ ഔട്ട് മെൻസ്ട്രൽ സൈക്കിളിൽ ഇത് കഴിക്കുന്നുണ്ട്, പക്ഷേ ഇത് നോട്ട് യൂസ്ഡ് വൈറ്റ്ലി. കാരണം എന്താണ്, ഫെയിലിയർ റേറ്റ് കൂടുതലായതുകൊണ്ട് ഇത് വലുതായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. സാധാരണയായിട്ട് നല്ലതാണ്, സൈഡ് ഇഫക്ട്സ് കുറവാണ്.
once a month pill. It is a modified combined pill. It contains long-acting estrogen and short-acting progesterone. These pills are not in use because experimental result revealed high pregnancy rate and irregularity in the menstrual cycle. അപ്പോൾ once a month പില്ലാണെങ്കിൽ അതും ഇതേപോലെ നെഗറ്റീവ് ഇഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ദ ഡിപ്പോട്ട് ഫോർമുലേഷൻസ്. ഡിപ്പോട്ട് ഫോർമുലേഷൻസ് മീൻസ് these are long-acting hormonal contraceptive contains only synthetic progesterone. These are available in 3 forms. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ഡിപ്പോട്ട് ഫോർമുലേഷൻസ് ആണ്. അത് ഇഞ്ചെക്റ്റബിൾ ആണ്. സിന്തറ്റിക് ആയിട്ടുള്ള പ്രൊജസ്ട്രോൺ ഇഞ്ചെക്റ്റ് ചെയ്യുക. ഇഞ്ചെക്റ്റബിൾ ആണ്. സബ്ഡെർമിനൽ ഇംപ്ലാന്റ് ഉണ്ട്. വജൈനൽ റിംഗ് ഉണ്ട്. അപ്പോൾ ഇഞ്ചെക്റ്റബിൾ കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എഗെയിൻ ഓഫ് ടു. അതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പ്രൊജസ്റ്റാജൻ ഓൺലി ഇഞ്ചെക്റ്റബിൾ. there are 2 preparations which are available. ഒന്ന് DMPA ഡിപ്പോട്ട് മെഡ്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റും ഒന്ന് നെറ്റൻ നോർ എത്തിസ്റ്റിറോൺ അനാറ്റെ. അപ്പോൾ ബോത്ത് ഓഫ് ദീസ് കണ്ടെയ്ൻ സിന്തറ്റിക് പ്രൊജസ്ട്രോൺ പ്രിവെൻറ്റ് ഓവുലേഷൻ. അപ്പോൾ ഇതിൽ രണ്ടിലും പ്രൊജസ്ട്രോനാണുള്ളത്. ഇത് ഇഞ്ചെക്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഹോർമോണൽ ഇംപ്ലാന്റ് ആണിത്. ഇങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്ത് അവർക്ക് ഈ പറഞ്ഞ പോലെ ഓവുലേഷനെ തടയാൻ കഴിയും. ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് ഈസിയാണ്, ഹൈലി ഇഫക്റ്റീവാണ്, ഇറിവേഴ്സിബിൾ ആണ്, ഡു നോട്ട് ഇൻ്റർഫിയർ വിത്ത് ലാക്ടേഷൻ ആൻഡ് ഡസ് നോട്ട് കോസ് എനി ഇഫക്റ്റ് ഓൺ ഇൻഫൻറ്റ്. ഇപ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കുന്ന ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്ന ഒരു ലേഡിക്കും ഇത് ചെയ്യാം, കുഴപ്പമില്ല. ലാക്ടേഷൻ സമയത്തും ചെയ്യാം. സൈഡ് എഫക്റ്റ് ഒന്നും കുഞ്ഞിനുണ്ടാകുന്നില്ല. പക്ഷെ കോൺട്രാഡിക്ഷൻ എന്ന് വെച്ചാൽ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് മാലിഗ്നൻസി ഓഫ് ദ ജെനൈറ്റൽ ട്രാക്ട്, ഇപ്പം ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. സസ്പെക്റ്റഡ് മാലിഗ്നൻറ്റ് ഗ്രോത്ത് ആൻഡ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. നെക്സ്റ്റ് ഈസ് ദ കമ്പൈൻഡ് ഇഞ്ചെക്റ്റബിൾ കോൺട്രാസെപ്റ്റീവ്. These contain progesterone and estrogen. Contraceptive action is similar to that of progesterone only injectable. അപ്പോൾ പ്രൊജസ്ട്രോൺ മാത്രമായിട്ട് ഇഞ്ചക്ഷൻ വയ്ക്കുന്നതോടൊപ്പം തന്നെ ഇത് രണ്ടും കൂടെ ചേർന്നൊരു ഇഞ്ചക്ഷനാണ്. The injection is given once in a month, 3 days early or 3 days late. അപ്പോൾ മാസത്തിലൊരിക്കൽ ഇഞ്ചക്ഷൻ എടുക്കുക. It is contraindicated in pregnancy. Women having any other problem like diabetes with complication, vascular disorders, suspected malignancy ഒക്കെ ഉള്ളവർക്ക് ഇത് കംപ്ലൈൻ്റ് ആണ്. നെക്സ്റ്റ് ഇസ് സബ്ഡെർമിനൽ ഇംപ്ലാന്റ്. സബ്ഡെർമിനൽ ഇംപ്ലാന്റിൽ നമുക്ക് സാധാരണ പറയുന്നത് 2 വേരിയൻസാണ് ഉള്ളത്. ഏർലിയർ വൺ ഈസ് നോൺ ആസ് ദ നോർപ്ലാന്റ് ആൻഡ് ലേറ്റസ്റ്റ് വൺ ഈസ് നോൺ ആസ് ദ നോർപ്ലാന്റ് R2. ദ നോർപ്ലാന്റ് ഹാസ് 6 സ്മോൾ സിലിക്കോൺ റബ്ബർ ട്യൂബ്. 6 സിലിക്കോൺ റബ്ബർ ട്യൂബാണ്. ഈ റബ്ബർ ട്യൂബ് എടുത്ത് ഈച്ച് ഓഫ് ദിസ് ട്യൂബ് കണ്ടെയ്ൻ 30 gram ഓഫ് പ്രൊജസ്ട്രോൺ. അപ്പോൾ ഓരോന്നിലും 30 gram പ്രൊജസ്ട്രോൺ വേണം വീതമുണ്ട്. ദ നോർപ്ലാന്റ് R2 ഹാസ് 2 സ്മോൾ റോഡ്. നോർപ്ലാന്റ് R2 എന്ന് പറയുമ്പോൾ ചെറിയ 2 റോഡാണ്. ബോത്ത് ഓഫ് ദീസ് ഡിവൈസസ് ആർ പ്ലേസ്ഡ് അണ്ടർ ദ സ്കിൻ. ഇത് രണ്ടും നമ്മുടെ സ്കിന്നിന് അടിയിൽ പ്ലേസ് ചെയ്യും, ആമിൽ, കയ്യിൽ. ദ ട്യൂബ്സ് ഓഫ് ദ റോഡ് അലോ സ്റ്റഡി ഡിഫ്യൂഷൻ ഓഫ് സ്റ്റിറോയിഡ്സ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ഫോർ എ പീരീഡ് ഓഫ് 5 years ടു ഗീവ് ഇഫക്റ്റീവ് കോൺട്രാസെപ്റ്റീവ്. അപ്പോൾ ഇതെന്താണ്, ഇതിങ്ങനെ വെക്കുമ്പോൾ ഈ ഹോർമോൺസ് പതുക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ബ്ലഡ് സ്ട്രീമിലോട്ട് ഒഴുകി വന്ന് ഇപ്പോൾ ഈ പ്രൊജസ്ട്രോണിൻ്റെ അളവ് ഇങ്ങനെ 5 വർഷക്കാലം ഇത് നിൽക്കും. അപ്പോൾ പതുക്കെ പ്രഗ്നൻസി ആവാനുള്ള ചാൻസ് ഇല്ലാതാക്കും. ഒരു ഇഫക്റ്റീവായിട്ടുള്ള കോൺട്രാസെപ്റ്റീവാണ്. ആൻഡ് അനദർ വൺ ഈസ് ദ വജൈനൽ റിങ്. ദിസ് മെത്തേഡ് ഈസ് നോട്ട് മച്ച് ഇൻ യൂസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ റിങ് വിച്ച് കണ്ടെയ്ൻ സ്മോൾ എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ. അപ്പോൾ ഇതിനകത്തൊരു സ്മോൾ എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ ഉള്ള റിങ് ആണ്. The ring is fitted into the vagina for 3 weeks of menstrual cycle, after which is removed for a week and then reworn after menstruation cycle. അപ്പോൾ മെൻസ്ട്രേഷൻ വരുന്ന ആ വീക്കിൽ ഇത് ഇളക്കി മാറ്റാം, അതിനുശേഷം ഇത് വീണ്ടും യൂസ് ചെയ്യാം. The steroid is directly absorbed by the mucus lining of the vagina. And next is the post-conceptional methods. Post-conceptional methods എന്ന് പറയുമ്പോൾ missed period and pregnancy may or may not have occurred. This method is used in regulating and inducing the menstruation and terminating the pregnancy or aborting the fetus. സാധാരണയുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ റെഗുലേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇറ്റ് ഈസ് ഡൺ വിത്ത് 40 days ഓഫ് മിസ്ഡ് പീരിയഡ് വെൻ പ്രഗ്നൻസി ഇസ് ഡൗട്ടഡ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് കൺഫേംഡ്. അപ്പോൾ ഒരു ലേഡിക്ക് 14 ദിവസം ആ മെൻസ്ട്രേഷൻ നടക്കേണ്ട സമയം കഴിഞ്ഞ് 14 ദിവസമായിട്ട് ആയില്ലെങ്കിൽ അവർക്ക് ഡൗട്ടാണ് അവർ പ്രഗ്നൻ്റ് ആണോ അല്ലേ എന്ന്.
പക്ഷേ അവർക്ക് കൺഫോമിറ്റി ഇല്ല. ഇൻ ദിസ് ദ യൂട്രൈൻ കണ്ടൻസ് ആർ ഇവാക്യുവേറ്റഡ്. ദ പ്രൊസീജിയർ ഈസ് വെരി സേഫ്. ദർ ഇസ് നോ ലീഗൽ റെസ്ട്രിക്ഷൻ. അപ്പോൾ ഈ സമയത്ത് അപ്പോൾ ഇവർക്ക് പ്രഗ്നൻ്റ് ആയിട്ടില്ല, കൺഫേം ആയതുമില്ല, പക്ഷേ അവർക്ക് പീരീഡ് ആയതുമില്ല. അപ്പോൾ ഈ സമയത്ത് അവർക്ക് ആ യൂട്രസിലുള്ള കണ്ടൻസർ ഇവാക്യുവേറ്റ് നടത്താം. ദ പ്രൊസീജിയർ വളരെ സേഫാണ്. അതിനൊരു ലീഗൽ റെസ്ട്രിക്ഷനും ഇല്ല. കോംപ്ലിക്കേഷൻ വിച്ച് ക്യാൻ ഒക്കർ ആർ ലോക്കൽ ഇഞ്ചുറി. അപ്പോൾ ഇങ്ങനെ ഉള്ള സമയത്ത് വരുന്ന ഒരു പ്രശ്നമാണ് ലോക്കൽ ഇഞ്ചുറി ഉണ്ടാവാം, യൂട്രസിൽ പെർഫറേഷൻ ഉണ്ടാവാം, ഇൻഫെക്ഷൻ ഉണ്ടാവാം. കോംപ്ലിക്കേഷൻ വെച്ച് മേ ഒക്കർ ലേറ്റർ. പിന്നീട് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവും, മെൻസ്ട്രേഷൻ ഡിസോർഡർ ഉണ്ടാകാം, എക്ടോപിക് പ്രഗ്നൻസി. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ അതായത് യൂട്രസിലല്ലാതെ ട്യൂബൽ എംബ്രിയോയ്ക്കൊക്കെ കാരണമാകാം. ഇനി മെൻസ്ട്രൽ ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ ദിസ് ഈസ് ഡൺ വിത്ത് ഫ്യൂ ഡേയ്സ് ഓഫ് മിസ്ഡ് പീരിയഡ്. ഇറ്റ് ഈസ് ഡൺ ബൈ ആപ്ലിക്കേഷൻ ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡിൻ F2 അണ്ടർ സെഡേഷൻ. ദിസ് ഇൻഡ്യൂസസ് കണ്ടിന്യൂസ് കോൺട്രാക്ഷൻ ഓഫ് യൂട്രസ് ലാസ്റ്റിംഗ് ഫോർ 7 minutes. It is followed by cyclic contraction which continue for next 3 to 4 hours. This initiate bleeding which lasts for a week or so. ചിലർക്ക് മെൻസ്ട്രേഷൻ നടക്കാതെ ഒരു തടസ്സം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന കണ്ടീഷൻസിൽ ഇവർക്ക് ഡോക്ടറെ കാണുമ്പോൾ അവർക്ക് പ്രോസ്റ്റാഗ്ലാൻഡിൻ F2 എന്ന് പറഞ്ഞൊരു സെഡേഷൻ കൊടുക്കും. അപ്പോൾ അത് യൂട്രസിൽ ഒരു 7 minutes കോൺട്രാക്ഷൻ ഉണ്ടാക്കുകയും അപ്പോൾ അവിടെ വീണ്ടും അവർക്ക് പഴയ പോലെ ആയി മാറുകയും ചെയ്യും. ആൻഡ് another one is the abortion. Abortion refers to the termination of pregnancy before the fetus become viable. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നത് യൂട്രസിൽ വന്ന് ഇംപ്ലാന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ലൈവ് ആകുന്ന മുമ്പിൽ അതായത് യൂട്രസിൽ വന്ന് ലൈവ് ആകുന്നതിന് മുമ്പ് തന്നെ അതിനെ ഇല്ലാതാക്കുന്നതാണ് അബോർഷൻ. ദിസ് പീരീഡ് ഈസ് ഫിക്സ്ഡ് അറ്റ് 28 weeks when the fetus weight 1000 gram. അബോർഷൻ ആർ either spontaneous or induced. അപ്പോൾ അങ്ങനെ കേസസിൽ അതിനെ അബോർട്ട് ചെയ്യുന്നതാണ് അബോർഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ ടെർമിനേഷൻ മെത്തേഡ്സ്. ടെർമിനേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ സ്റ്റെറിലൈസേഷൻ ഈസ് ദ ഓൺലി മെത്തേഡ് വിച്ച് ഗീവ്സ് പെർമനൻറ്റ് പ്രൊട്ടക്ഷൻ ഫ്രം കൺസെപ്ഷൻ. എയ്തർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ക്യാൻ അണ്ടർഗോ സ്റ്റെറിലൈസേഷൻ ബൈ സിമ്പിൾ സർജിക്കൽ ഓപ്പറേഷൻ, ദാറ്റ് ഈസ് വാസക്ടമി ഓർ ട്യൂബക്ടമി. അപ്പോൾ നമുക്ക് പറയാം ടെർമിനേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ 2 തരത്തിലാണ്. സർജിക്കൽ സ്റ്റെറിലൈസേഷനാണ് ഹസ്ബൻഡിനും വൈഫിനും ചെയ്യാവുന്ന മെത്തേഡ്സാണ് പ്രഗ്നൻസി തടയാൻ വേണ്ടിയിട്ട്. അതിലൊന്നെന്ന് പറയുന്നത് വാസക്ടമിയാണ്. ഒരു സ്റ്റെറിലൈസേഷനാണ് മെയിലിൽ നടത്തുന്ന. വെരി സിമ്പിളാണ്, മൈനർ ഓപ്പറേഷനാണ്, 15-20 മിനിറ്റ് കൊണ്ട് കഴിയുന്ന. ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു കട്ടുണ്ടാക്കുന്നു സ്ക്രോട്ടത്തിൻ്റെ. സ്ക്രോട്ടം എന്ന് പറയുമ്പോൾ സ്ക്രോട്ടൽ സാക്കിലാണ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു സ്മോൾ പോർഷൻ ഓഫ് ദ വാസ് ഡിഫറൻസ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ സ്ക്രോട്ടം ഈസ് കട്ട് ആൻഡ് ലിഗേറ്റഡ്. കട്ട് ചെയ്തിട്ട് കെട്ടിവിടുന്നു അവിടെ ആ ഭാഗം. അതായത് പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് വാസ് ഡിഫറൻസ് അബ്ഡോ. അപ്പോൾ ഇവിടെ നിന്നാണ് സ്പേം ഉണ്ടായി അങ്ങോട്ട് പോകുന്ന ആ ട്യൂബിനെ കട്ട് ചെയ്യും, എന്നിട്ടത് കെട്ടിവെക്കും. ഫോൾഡഡ് ബാക്ക് ആൻഡ് സ്യൂച്ചേർഡ്. ദ ഓപ്പറേഷൻ ഈസ് ഡൺ നോട്ട് എഫക്റ്റ് ദ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സെക്സ് ലൈഫ് ഇൻ എനി ഫോം. ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ സെക്ഷൽ ലൈഫിനെ ബാധിക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ദ സ്പേംസ് ആർ പ്രൊഡ്യൂസസ് ബട്ട് നോട്ട് ഇജാക്കുലേറ്റഡ് അലോങ് വിത്ത് സെമൻ. അപ്പോൾ സ്പേം പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ അതിനകത്ത് സെമൻ ഇജാക്കുലേഷൻ്റെ സമയത്ത് സെമൻ കാണും, പക്ഷേ അതിൽ ആക്റ്റീവായിട്ടുള്ള സ്പേമുകൾ കാണില്ല. അപ്പോൾ ഇതാണ് ഒരു സർജിക്കൽ മെത്തേഡ്, വാസക്ടമി എന്ന് വിളിക്കുന്നത്. ആൻഡ് അനദർ വൺ ഇസ് ദ ട്യൂബക്ടമി. ഇതൊരു ഫീമെയിൽസിൽ ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. അപ്പം ഈ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഡൺ ബൈ റിസെക്റ്റിംഗ് എ സ്മോൾ പാർട്ട് ഓഫ് ദ ഫെലോപ്പിയൻ ട്യൂബ് ആൻഡ് ലിഗേറ്റ് ദ സെക്റ്റഡ് എൻഡ്. അപ്പോൾ ഈ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ അവിടെ ഒരു കട്ടുണ്ടാക്കുക. ദ ക്ലോസിംഗ് ഓഫ് ദ ട്യൂബ് ക്യാൻ ഓൾസോ ബി ഡൺ ബൈ യൂസിങ് അതർ മെത്തേഡ് ലൈക്ക് ക്ലോസിംഗ് ദ ട്യൂബ് ഓഫ് ദ closing the tube, the tube with the band clip and electrocautery. ഒന്നുകിൽ കെട്ടി ടൈ ചെയ്ത് വെക്കുക ഫെലോപ്പിയൻ ട്യൂബ്, അല്ലെങ്കിൽ അവിടെ ഒരു കട്ട് ചെയ്യുക. ദ ട്യൂബക്ടമി ക്യാൻ ബി ഡൺ ആഫ്റ്റർ ഡെലിവറി, ബിറ്റ്വീൻ ഡെലിവറി ആൻഡ് ആഫ്റ്റർ അബോർഷൻ. ചില സ്ത്രീകൾക്ക് 2-3 മക്കളാകുമ്പോൾ അവരോട് ചോദിക്കും ഡോക്ടർ ഇത് ഡെലിവറി പ്രസവം നിർത്തട്ടെ എന്ന് ചോദിക്കുന്നത് എന്താണ്? ഈ ട്യൂബക്ടമി ചെയ്യാനാണ്. മിക്ക സ്ത്രീകളിലും ചെയ്യുന്നതാണ് ട്യൂബക്ടമി. അപ്പോൾ അവിടെ ഇതാണ് ട്യൂബക്ടമി. അപ്പോൾ ഇതാണ് ക്യോട്ടറൈസ്ഡ്. ക്യോട്ടറൈസ്ഡ് എന്ന് വെച്ചാൽ അവിടെ അങ്ങ് കരിച്ച് കളയുന്നു 2 എൻഡും. ടയർഡ് ആൻഡ് കട്ട് ചെയ്തിട്ട് ടയർഡ് ചെയ്യുന്നു. ചിലത് ബാൻഡഡ് ആണ്, കെട്ടി വെക്കുന്നത്. അപ്പോൾ ഇതാണ് സാധാരണ ചെയ്യാറുള്ള ട്യൂബക്ടമികൾ സ്ത്രീകളിൽ. അപ്പോൾ ഓവറിയുടെ
ആ ഫെലോപ്പിയൻ ട്യൂബിലാണിത് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത ഹിസ്റ്റീരിയോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ inspection of the uterine cavity by endoscopy with access through the cervix. Hysteroscopic sterilization is the plugging up of fallopian tube to prevent fertilization. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ എഗ്ഗ് പ്രൊഡക്ഷനെ തടയുന്ന ഒരു മെത്തേഡാണിത്. ഇനി അനദർ മെത്തേഡ് ഈസ് ദ ടെർമിനേഷൻ പ്രഗ്നൻസി ഓർ അബോഷൻ. നമ്മൾ പറഞ്ഞു സാധാരണ അബോഷൻ നടത്തുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷണൽ ഓർ നാച്ചുറൽ എക്സ്പൾഷൻ ആണ് ഓഫ് ദ ഫീറ്റസ്. സം കപ്പിൾസ് മേ ഇലക്ട് ടു ടെർമിനേറ്റ് പ്രഗ്നൻസി ത്രൂ അബോഷൻ. ദിസ് ഈസ് കാൾഡ് ഇൻഡ്യൂസ്ഡ് അബോഷൻ ഓർ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഇതാണ് MTP. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലർ അവർക്ക് ഇൻറ്റൻഷണലായിട്ട് തന്നെ ഇപ്പോൾ കുട്ടി വേണ്ട, ഇങ്ങനെ ഒരു ബാരിയർ മെത്തേഡ്സുകളൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ അബദ്ധത്തിൽ ജനിച്ചു പോയെങ്കിൽ അതിനെ അബോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. പക്ഷേ പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇത് ബാൻ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 2002 ഒരു 1971 2007 S2 ആക്ട് പ്രകാരമാണ് അത് നിർത്തലാക്കിയത്. കാരണം സാധാരണ പെൺകുട്ടികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോയി അബോർട്ട് ചെയ്യുന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ MTP അവർ തടസ്സപ്പെടുത്തി. മെഡിക്കലി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയെ ലീഗലി അവർ പെർമിറ്റ് ചെയ്ത് 20 ആഴ്ച വരെ ആണെങ്കിൽ മാത്രമേ അബോർട്ട് ചെയ്യാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ പറ്റത്തില്ലെന്നൊരു കേസ് അവർ വെച്ചു. സോ MTP ഷുഡ് ഓൾവേസ് ബി പെർഫോംഡ് അറ്റ് എ പ്ലേസ് റെക്കഗ്നൈസ്. അപ്പോൾ ഗവൺമെൻറ് അതോറിറ്റി റെക്കഗ്നൈസ് ചെയ്ത സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. ഇത് ചെയ്യാൻ അഥവാ 20 ആഴ്ചയിൽ കൂടുതലൊക്കെ ആയവർക്ക് ഇത് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ എന്തെങ്കിലും അബ്നോർമൽ എംബ്രിയോ ആണ്, എന്തെങ്കിലും ഡിസീസൊക്കെ കുട്ടിക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഫീറ്റസ് ഈ അമ്മയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന അവർക്ക് മരണകാരണമൊക്കെ ആകുന്നെങ്കിൽ മാത്രമാണ് 20 ആഴ്ചകൾ ശേഷമുള്ള അബോർഷനെ അനുവദിക്കുന്നത്. കൂടാതെ ഇങ്ങനെ റേപ്പ് കേസ് ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇത് അനുവദിക്കപ്പെടുന്നുണ്ട്. 16 ആഴ്ചയ്ക്ക് ശേഷമുള്ള അബോർഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്, റിസ്ക്കിയാണ്. അപ്പോൾ അത് സൊല്യൂഷൻസ് സാൾട്ട്, യൂറിയ ഓർ പ്രോസ്റ്റാഗ്ലാൻഡിൻ വിച്ച് സ്റ്റിമുലേറ്റ് യൂട്രൈൻ കോൺട്രാക്ഷൻ. അപ്പോൾ ആ സമയത്ത് ഉപ്പ്, യൂറിയ, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് അങ്ങനെയുള്ള ഇഞ്ചക്ഷൻസുകളൊക്കെ എടുത്തിട്ടാണ് യൂട്രൈൻ കോൺട്രാക്ഷൻ നടത്തുന്നത്. ഇത് അമ്നിയോട്ടിക് സാക്കിൽ ഫീറ്റസിലൊക്കെ ഇൻഡ്യൂസ് ചെയ്തിട്ട് പ്രിമച്വർ ലേബറിന് കാരണമാക്കി അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ദ ഹോർമോൺ ഓക്സിറ്റോസിൻ മേ ഓൾസോ ബി അഡ്മിനിസ്റ്റേർഡ് ടു ദ വുമൺ ടു ഫെസിലിറ്റേറ്റ് പ്രിമച്വർ ലേബർ. കൂടാതെ ഓക്സിറ്റോസിൻ ഹോർമോണും ഒക്കെ കുത്തിവെച്ചിട്ട് പ്രിമച്വർ ലേബർ നടത്തിയിട്ട് ഇങ്ങനെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നടത്താറുണ്ട്. അത് ഇന്ത്യയിൽ ഇങ്ങനെ അതിനൊരു ലീഗൽ കൺട്രോള് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ പോർഷൻസിലുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എല്ലാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്സേ ആയിട്ട് ചോദിക്കും. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ. താങ്ക് യു.